ഹായ് ഹലോ മദർ യൂണിവേഴ്സിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിരിക്കുന്നു, ഹെൽത്തി ആയിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. എന്താഗ്രഹത്തോടു കൂടിയാണോ നിങ്ങൾ എൻ്റെ വീഡിയോ ഓപ്പൺ ചെയ്തിരിക്കുന്നത്? സ്വർഗത്തെയും ഭൂമിയും സൃഷ്ടിച്ച നാഥൻ നിങ്ങളുടെ മനസ്സിലെ ആഗ്രഹങ്ങളെല്ലാം സമർത്ഥമായി നൽകിക്കൊണ്ട്, നിങ്ങൾക്ക് സമാധാനം നൽകിക്കൊണ്ട് നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കട്ടെ. താങ്ക് യു. ഓക്കെ, നമുക്ക് നോക്കാം നിങ്ങളുടെ ജീവിതത്തിൽ ഉടൻ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്താണ്. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. എൻ്റെ വ്യൂവേഴ്സിൻ്റെ ലൈഫിൽ ഉടൻ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്താണ്? എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികളുടെ ലൈഫിൽ ഉടൻ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്താണ്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ ഹോളി സ്പിരിറ്റ്, പ്ലീസ് ഗൈഡ് മീ ഹോളി സ്പിരിറ്റ്, പ്ലീസ് ഗൈഡ് മീ ഹോളി സ്പിരിറ്റ്. എൻ്റെ കാർഡിലേക്ക് ഞാൻ അട്രാക്റ്റ് ചെയ്യുന്നു. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളുടെയും കറക്റ്റ് റീഡിങ് പറയുവാൻ എൻ്റെ കാർഡിലേക്ക് ഞാൻ ഹോളി സ്പിരിറ്റിനെ അട്രാക്റ്റ് ചെയ്യുന്നു. എന്നെ ഗൈഡ് ചെയ്തതിനാൽ ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു. ഓക്കെ, എൻ്റെ വ്യൂവേഴ്സിൻ്റെ ജീവിതത്തിൽ ഉടൻ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ. ഓവറോൾ എനർജി മൂണാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്കിപ്പോൾ ഒരുപാട് വിഷമങ്ങളിൽ കൂടിയാണ് കടന്നു പോകുന്നത്. അപ്പം മോൻ ചെയ്തു എന്ന് പറയുന്നെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ ഈ ഒരു വിഷമങ്ങളാണ്. ഒരു തീരുമാനം ഇതുവരെയും എടുക്കാൻ പറ്റുന്നില്ല, സ്ട്രെങ്ത് ലഭിച്ചിട്ടില്ല. ഓക്കെ, ഒരു കൺഫ്യൂഷനായിട്ട് നിൽക്കുന്ന ഒരവസ്ഥയാണ്. ഒരു ബാലൻസ് കിട്ടുന്നില്ല, മനസ്സിന് ബാലൻസ് കിട്ടാത്തൊരവസ്ഥയാണ് നിങ്ങൾക്കിപ്പോൾ കറണ്ട് നിങ്ങളുടെ സിറ്റുവേഷൻ. ഓക്കെ, ഇവിടെ വന്നിരിക്കുന്ന നമ്പേഴ്സ് എന്ന് പറയുന്നത് 18, 9 വന്നിട്ടുണ്ട്, 12, 3, 5, 8 വന്നിട്ടുണ്ട്. എർത്ത് എനർജി, ഫയർ എനർജി, എയർ, വാട്ടർ, 4 എനർജികളും ഇവിടെ വന്നിട്ടുണ്ട്. ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, ടോറസ്, വെർഗോ, കാപ്രിക്കോൺ, ജെമിനി, ലിബ്ര, അക്വേറിയസ്, ക്യാൻസർ, സ്കോർപ്പിയോ, സ്പൈസീസ്. ഓക്കെ, നിങ്ങളുടെ എല്ലാ രാശികളും ഇതിൽ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം എൻ്റെ വ്യൂവേഴ്സിൻ്റെ ലൈഫിൽ ഉടൻ സംഭവിക്കാൻ പോകുന്ന കാര്യം എന്താണ്. 8 ഓഫ് പെൻറ്റിക്കിൾ എന്തുകൊണ്ടാണ് വന്നിരിക്കുന്നത്? ഡെത്ത് ആൻഡ് റീബർത്ത്. നിങ്ങൾക്ക് ജോലി സംബന്ധമായിട്ട് എന്തെങ്കിലും അവസാനിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ജോലി ഇല്ലാതെ ഇരിക്കുന്ന ഒരവസ്ഥയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നല്ല അനുഗ്രഹിക്കപ്പെട്ട ഒരു ജോലി വരികയാണ്. നിങ്ങൾ അഫർമേഷൻ ചെയ്തതുപോലെ നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്ന ആ ഒരു ലെവലിൽ നിങ്ങൾ ചെയ്യുന്ന ജോലി ഉയർന്നു വരുന്നതാണ്. ഒരു ഓഫർ വരാനുള്ള സാധ്യതയുണ്ട്. ഓഫർ ആകുമ്പോഴത്തേക്ക് ഒരു മെസ്സേജ് അല്ലെങ്കിൽ ഒരു ഇമെയിൽ നിങ്ങൾക്ക് ജോലി സംബന്ധമായിട്ട് വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. നിങ്ങൾക്ക് ചില വ്യക്തികൾ നിങ്ങളെ പ്രപ്പോസ് ചെയ്യാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഫാമിലി നിങ്ങളുടെ ലൈഫിലേക്ക് വീണ്ടും റീയൂണിയനുള്ള സാധ്യത കാണുന്നുണ്ട്. ഫാമിലി ഹാപ്പി ആയിരിക്കാനും ഒരു സാമ്പത്തിക ഭദ്രത നിങ്ങളുടെ കുടുംബജീവിതത്തിൽ വന്നു ചേരാനും സാധ്യതയുണ്ട്. ഒരു റീബർത്താണ് കാണുന്നത്, ഡെത്ത് ആൻഡ് റീബർത്ത്. നിങ്ങൾ അവസാനിച്ചു പോയി, ഇനി മുന്നോട്ട് പോകത്തില്ല എന്ന് നിങ്ങൾ മനസ്സുകൊണ്ട് വിശ്വസിച്ചിരിക്കുന്ന ചില കാര്യങ്ങൾക്ക് ഒരു സ്റ്റാർട്ട്, ന്യൂ ബിഗിനിങ് വരികയാണ്. ഓക്കെ, അത് സാമ്പത്തികപരമായിട്ടായിരിക്കാം, റിലേഷൻ സംബന്ധമായിട്ടായിരിക്കാം. എന്താണോ നിങ്ങളുടെ ലൈഫിൽ ഇനി അതിന് ലൈഫില്ല, അത് അവസാനിച്ചു എന്ന് ചിന്തിച്ച കാര്യമാണ് ഒരു റീബർത്തിലേക്ക് വരുന്നത്. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു. ചിലപ്പോൾ നിങ്ങൾ എവിടെയെങ്കിലും പണത്തിന് വേണ്ടി ആവശ്യപ്പെട്ടിട്ട് അത് കിട്ടാതെ ഇനി അത് കിട്ടാനൊന്നും പോകുന്നില്ല എന്ന നിരാശയിൽ നിങ്ങൾ ആയിപ്പോയിട്ടുണ്ടെങ്കിൽ അതിന് ഒരു റീബർത്താണ് വന്നിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്കൊരു സൺ ഉദിക്കുകയാണ്. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് നൈറ്റ് ഓഫ് വാൻസ് വന്നിരിക്കുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂവേഴ്സിൻ്റെ ലൈഫിൽ ഉടൻ സംഭവിക്കാൻ പോകുന്ന കാര്യത്തിൽ എന്തുകൊണ്ടാണ് നൈറ്റ് ഓഫ് സോഡ് വന്നിരിക്കുന്നത്? വാൻസ് അല്ല, സോഡ്. ഓക്കെ, ഉണ്ട് പെൻറ്റിക്കിള്. സാമ്പത്തികമാണ്, നിങ്ങളെ പിന്തുടരുകയാണ്. നിങ്ങളെ ആരെങ്കിലും ചീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സാമ്പത്തികപരമായിട്ടോ അല്ലെങ്കിൽ ഭൂമി സംബന്ധമായിട്ടോ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ഏതെങ്കിലും കാര്യത്തിൽ നിങ്ങളെ ആരെങ്കിലും ചതിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ കൂടെ നിന്ന് സാമ്പത്തിക നഷ്ടമോ അല്ലെങ്കിൽ ജോലി സംബന്ധമായിട്ടുള്ള നഷ്ടമോ നിങ്ങൾക്കുണ്ടായിട്ടുണ്ടെങ്കിൽ അതിനൊരു നീക്കുപോക്കാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നത്.
നൈറ്റ് ഓഫ് പെൻറ്റിക്കിൾ. നിങ്ങൾ എന്തോ കാര്യത്തിന് മടിച്ചു നിന്ന കാര്യങ്ങൾക്ക് നിങ്ങൾ മുന്നോട്ട് സ്റ്റെപ്പ് എടുക്കുകയാണ്. നിങ്ങൾക്ക് അത് കൊടുക്കണമോ അത് വേണ്ടയോ മുന്നോട്ട് ചെയ്യണമോ എന്നൊക്കെ വിചാരിച്ച് നിന്നിരുന്ന എന്തോ ഒരു കാര്യം നിങ്ങളുടെ മനസ്സിൽ ചിന്തിക്കുന്ന കാര്യത്തിന് വളരെ സ്പീഡിന് തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് അത് സംഭവിക്കാൻ പോകുന്നു. ചീറ്റിംഗ് വന്നിട്ടുണ്ട്. റിലേഷൻ സംബന്ധമായിട്ടാണെങ്കിലും നിങ്ങൾക്കിനി ആ റിലേഷൻ നിങ്ങളുടെ ലൈഫിൽ വരുമോ, ഇനി ഒരു കോള് മെസ്സേജ് നിങ്ങൾക്ക് വരുമോ എന്നൊക്കെ നിങ്ങൾ ചിന്തിച്ച് മടിച്ച് നിന്നിരുന്ന ഒരു കാര്യമുണ്ടെങ്കിൽ ആ ചീറ്റ് ചെയ്ത വ്യക്തി ജോലി സംബന്ധമായാലും ശരി, റിലേഷൻ സംബന്ധമായാലും ശരി, നിങ്ങളെ വഞ്ചിച്ചുകൊണ്ട് നിങ്ങളിൽ നിന്നും പല കാര്യങ്ങളും മോഷ്ടിച്ചുകൊണ്ട്, മോഷണം എന്ന് പറയുമ്പോൾ വിലപിടിപ്പുള്ള കാര്യങ്ങൾ മാത്രമല്ല, നിങ്ങളുടെ മാനസിക സന്തോഷം, നിങ്ങളുടെ സമാധാനം എല്ലാം മോഷ്ടിച്ചുകൊണ്ട് നിങ്ങളെ ചതിച്ചുകൊണ്ട് പോയ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരുന്നുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ ആ വ്യക്തിയിൽ നിങ്ങൾക്കൊരു വിജയം, ആ വ്യക്തിയുമായിട്ട് ഇനിയൊരു വീണ്ടും ഒരു റീയൂണിയൻ സാധ്യമാണോ, നിങ്ങൾക്ക് ആ വ്യക്തിയെ മറക്കാൻ കഴിയുന്നില്ല, വീണ്ടും ആ വ്യക്തിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന അവസ്ഥയാണെങ്കിൽ ആ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വന്നു ചേരാൻ പോകുന്നു. കോള് മെസ്സേജ് വരാനുള്ള സാധ്യതയുണ്ട്. ആ വ്യക്തിക്ക് നിങ്ങൾ എന്തെങ്കിലും പണം കൊടുത്തിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഫ്രണ്ട്സുകൾക്കോ അല്ലെങ്കിൽ ജീവിത പങ്കാളിക്കോ സാമ്പത്തികപരമായിട്ട് എന്തെങ്കിലും അവരുടെ കൈവശം പോയിട്ടുണ്ടെങ്കിൽ അതിനെ തിരിച്ചു കിട്ടുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ കുറേ നാളായിട്ട് അതിനു വേണ്ടി വെയിറ്റ് ചെയ്ത് നിന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ലൈഫിലേക്ക് ഉടൻ തന്നെ സംഭവിക്കാൻ പോകുന്നു. താങ്ക് യു നോസ്. എന്തുകൊണ്ടാണ് ഇവിടെ 5 ഓഫ് കപ്പ് വന്നിരിക്കുന്നത്? എൻ്റെ വ്യൂവേഴ്സിൻ്റെ ലൈഫിൽ ഉടൻ സംഭവിക്കാൻ പോകുന്ന കാര്യത്തിൽ എന്തുകൊണ്ടാണ് 5 ഓഫ് കപ്പ് വന്നിരിക്കുന്നത്? 2 കാർഡ് വന്നു. വൗ, താങ്ക് യു. വന്നിരിക്കുന്നത് 2 ഓഫ് കപ്പ്, 7 ഓഫ് വാൻസ് ആണ്. നിങ്ങളെ മാറ്റി നിർത്തിയ ചില കാര്യങ്ങൾ, നിങ്ങളെ ഒഴിവാക്കി, നിങ്ങളുടെ യാതൊരു പ്രസൻസും അവിടെ വേണ്ട എന്ന് പറഞ്ഞ്, ജോലി സംബന്ധമായിട്ടാണെങ്കിലും കുടുംബത്തിൽ നിന്നാണെങ്കിലും നീ വരേണ്ട ആവശ്യമില്ല, നീ ചെയ്താൽ അത് ശരിയാകത്തില്ല, നിന്നെ കൊണ്ടത് നടക്കത്തില്ല എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് യാതൊരു വാല്യൂവും ഇല്ലാതെ നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ട കാര്യമായിരിക്കും, എന്നാൽ നിങ്ങൾക്ക് അതിൻ്റെ അംഗീകാരം ലഭിക്കാതെ നിങ്ങളെ തള്ളിക്കളഞ്ഞിട്ടുള്ള ഏതെങ്കിലും സന്ദർഭം നിങ്ങളുടെ ലൈഫിലുണ്ടെങ്കിൽ നിങ്ങളെ ചേർത്ത് പിടിക്കാൻ യൂണിവേഴ്സ് ഉണ്ട്. നിങ്ങൾക്ക് വിജയം ലഭിക്കും. നിങ്ങളെ ചേർത്ത് പിടിച്ചിരിക്കുന്നത് യൂണിവേഴ്സിൻ്റെ കരങ്ങളിലാണ്. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ടെൻഷൻ ആവരുത്. നിങ്ങൾ അധ്വാനിച്ചതിൻ്റെ കൂലിയും പ്രതിഫലവും നിങ്ങൾക്ക് തന്നെ ലഭിക്കും. ഓക്കെ, നിങ്ങളിപ്പോഴും ആരെങ്കിലും അപമാനിച്ചിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും ചില വാക്കുകൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വാക്കുകളിൽ സ്റ്റക്കായിട്ടാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ യൂണിവേഴ്സാണ് നിങ്ങളുടെ കൈ പിടിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത് ഒരുക്കി വച്ചതിന് ശേഷമാണ് നിങ്ങൾക്ക് ഈ ഒരു കർമ്മയിൽ കൂടി കടന്നു പോകാൻ പറ്റിയിരിക്കുന്നത്. കർമ്മ നമ്മൾ കടന്നു പോകേണ്ടതായിട്ടുണ്ട്. ആ പരീക്ഷയിൽ വിജയിച്ചെങ്കിൽ മാത്രമേ ഇപ്പോൾ നിങ്ങൾ ആ പരീക്ഷയുടെ പ്രശ്നത്തെ നോക്കി നിൽക്കുകയാണ്. ആ പ്രശ്നത്തെ നോക്കി ഞാൻ ഇത് കടന്നു പോകും, ഈ ഒരു പ്രശ്നമൊന്നും എനിക്ക് ഒന്നുമല്ല, ഇതും ചാടിക്കിടക്കും എന്നുള്ള രീതിയിൽ തന്നെ നിങ്ങൾ മുന്നോട്ട് പോയാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു നിറഞ്ഞൊഴുകുന്നതായിട്ടുള്ള അനുഭവം നിങ്ങളുടെ ലൈഫിലേക്ക് വന്നു ചേരും. ഓക്കെ, നിങ്ങളിപ്പം നിങ്ങളുടെ മനസ്സിൽ എന്തോ നഷ്ടമായതിനെ ചൊല്ലിയിട്ട് നിങ്ങൾ സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്. ആ സ്റ്റക്ക് സിറ്റുവേഷനിൽ നിന്ന് നിങ്ങൾ മൂവ് ചെയ്യണം. ബൗണ്ടറി, നിങ്ങളിപ്പോൾ സ്വയം ബൗണ്ടറിയൊക്കെ സെറ്റ് ചെയ്ത് നിൽക്കുന്ന അവസ്ഥയാണ്. എനിക്കിനി അത് ചെയ്യാൻ കഴിയില്ല, എനിക്കിനി മുന്നോട്ട് പോകാൻ കഴിയില്ല, എന്നെ കൊണ്ട് പറ്റില്ല, അവിടെ ചെന്നാൽ ശരിയാകില്ല, അല്ലെങ്കിൽ അവരോട് അത് മിണ്ടിയാൽ ശരിയാകില്ല എന്നിങ്ങനെ നിങ്ങൾക്ക് പറ്റില്ല എന്ന് പറഞ്ഞ് നിങ്ങളെ തന്നെ നിങ്ങൾ ബൗണ്ടറി സെറ്റ് ചെയ്ത് പിറകിലോട്ടാക്കിയിരിക്കുന്നു. ചില വ്യക്തികളുടെ വാക്കുകളായിരിക്കാം, ചില സ്ഥലത്ത് നിന്ന് നിങ്ങളെ ഒഴിവാക്കിയതായിരിക്കാം, ചില ജോലി സ്ഥലങ്ങളിൽ നിന്ന് നിങ്ങളെ ഒഴിവാക്കിയതായിരിക്കാം, സാമ്പത്തിക നഷ്ടമായിരിക്കാം. അതൊക്കെ കൊണ്ട് നിങ്ങൾ ഭയന്ന് അല്ലെങ്കിൽ ഒരു സ്റ്റക്ക് സിറ്റുവേഷനിലായിരിക്കുന്ന അവസ്ഥ കാണുന്നു. അതിൽ നിന്നും നിങ്ങൾ പുറത്ത് വരും. ഓക്കെ, പുറത്ത് വരുന്നത് നിങ്ങൾ ഒറ്റയ്ക്കല്ല, യൂണിവേഴ്സിൻ്റെ കൈ പിടിച്ചിട്ടാണ് നിങ്ങൾ വരുന്നത്. ഓക്കെ, യൂണിവേഴ്സാണ് ഇനി നിങ്ങളെ കൈ പിടിച്ച് നടത്താൻ പോകുന്നത്. ഇത്രയും നാൾ നിങ്ങൾ ഒറ്റയ്ക്ക് നിന്ന് പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ടായിരിക്കാം. എന്നെക്കൊണ്ട് ചെയ്യാൻ കഴിയും, ഞാൻ ചെയ്യും എന്നുള്ള രീതിയിൽ നിങ്ങളുടെ ജീവിത സാഹചര്യത്തിൽ പല കാര്യങ്ങളും നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്ത് അത് പരാജയപ്പെട്ട കാര്യമായിരിക്കാം. നമ്മുടെ തീരുമാനത്തിൽ എടുത്തു ചാടി എല്ലാം പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇന്ന് ആ പരാജയത്തെ നോക്കിയോ എൻ്റെ ജീവിതത്തിൽ ഇത് മാത്രമാണല്ലോ, നഷ്ടം മാത്രമാണല്ലോ വന്നുകൊണ്ടിരിക്കുന്നത് എന്ന് ചിന്തിച്ച് നിങ്ങൾ സ്റ്റക്കായി നിൽക്കുന്ന നിങ്ങളുടെ കൈ പിടിക്കുവാൻ ഹോളി സ്പിരിറ്റ് വന്നിരിക്കുന്നു. നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ആ ഒരു ബലം നിങ്ങൾക്ക് മനസ്സിലാകുന്നതായിരിക്കും. താങ്ക് യു യൂണിവേഴ്സ്. നിങ്ങൾക്ക് അഫർമേഷൻ ചെയ്തെടുക്കാവുന്നതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടതിൻ്റെ ഇരട്ടി നൽകുവാൻ
തയ്യാറായി യൂണിവേഴ്സ് നിൽക്കുന്നു. പക്ഷേ നിങ്ങൾ പോസിറ്റീവായിട്ട് ചിന്തിക്കണം. നിങ്ങൾ ചിന്തിച്ചെങ്കിൽ മാത്രമേ, നിങ്ങളുടെ ഹൃദയം ദൈവത്തിന് കൊടുത്തെങ്കിൽ മാത്രമേ ആ ഹോളി സ്പിരിറ്റിലേക്ക് നിങ്ങൾ മനസ്സുകൊണ്ട് ചിന്തിക്കണം. ഞാൻ എൻ്റെ ഹോളി സ്പിരിറ്റിലേക്ക് ഞാൻ എന്നെ സമർപ്പിക്കുന്നു. എൻ്റെ കൈ പിടിക്കാൻ ഹോളി സ്പിരിറ്റ് വരണമേ. എൻ്റെ ജീവിതത്തിൽ നഷ്ടമായിരിക്കുന്നതെല്ലാം പുനർജീവിച്ച് അതിൻ്റെ ഇരട്ടിയായിട്ട് എനിക്ക് ലഭിക്കും. നിങ്ങൾ ഹോളി സ്പിരിറ്റിനെ ഉള്ളിലോട്ട് നിങ്ങൾ അട്രാക്റ്റ് ചെയ്ത് പ്രാർത്ഥിച്ചെങ്കിൽ മാത്രമേ സംഭവിക്കൂ. ഇല്ല, നിങ്ങൾ ഒരു ആക്ഷൻ എടുക്കാതിരുന്നു കഴിഞ്ഞാൽ അതിന് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഓക്കെ. കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ എന്ന് പറയുന്ന കണക്ക് നിങ്ങൾ പ്രവർത്തിക്കണം. പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്കത് ലഭിക്കുകയുള്ളൂ എന്നുള്ളൊരു കാര്യവും കൂടി ഉണ്ട്. ഓക്കെ. നൈറ്റ് ഓഫ് വാൺസ് എന്തുകൊണ്ടാണ് വന്നതെന്ന് നോക്കട്ടെ. എൻ്റെ വ്യൂസിൻ്റെ ലൈഫിൽ ഉടൻ സംഭവിക്കാൻ പോകുന്ന കാര്യം എന്താണ്? ഹൈ പ്രീസ്റ്റിസ് ആണ്. 9 ഓഫ് കപ്പ് വന്നിട്ടുണ്ട്. ഇതിൽ നിങ്ങൾക്ക് എല്ലാം അവസാനിച്ചു, കാലിയായ ഒരു കപ്പാണ് നിങ്ങളുടെ ലൈഫിൽ ഇതുവരെയും ഉണ്ടെങ്കിൽ ഉടൻ നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുന്നത് എന്താണ്? നിറഞ്ഞൊഴുകുന്നു. ആ കപ്പ് നിറഞ്ഞൊഴുകുന്നു. ഇവിടെ 2 കപ്പാണ്. ഇവിടെ യൂണിവേഴ്സ് നിങ്ങൾക്ക് മാറ്റി വെച്ചിരിക്കുന്നതും 2 കപ്പാണ്. അത്ഭുതത്തിൻ്റെ, അക്ഷയപാത്രത്തിൻ്റെ കപ്പാണ് നിങ്ങളിലേക്ക് വന്നു ചേരാൻ പോകുന്നത്. സാമ്പത്തികമാണെങ്കിലും വ്യക്തിപരമായിട്ടാണെങ്കിലും നിങ്ങൾക്ക് ഉയർച്ചയാണ്, നിറഞ്ഞു കവിയുന്ന ഒരു അനുഭവമാണ്. ആ യൂണിവേഴ്സിൻ്റെ മാറ്റി വെച്ചിരിക്കുന്ന കപ്പാണ് ഉടനെ നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നത്. ഓക്കെ. അത് നിങ്ങൾക്ക് അഫർമേഷൻ ചെയ്തെടുക്കാൻ പറ്റും. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. ഇവിടെ കൂടുതലും അഫർമേഷൻ ടെക്നിക്കാണ് വർക്കാവുന്നത് കേട്ടോ. നിങ്ങൾ എത്രത്തോളം വിശ്വസിക്കുന്നോ അത്രത്തോളം അഫർമേഷൻ നിങ്ങളുടെ ലൈഫിൽ വർക്കാവും. ഇവിടെ എന്തുകൊണ്ടാണ് ഹൈ പ്രീസ്റ്റസ് വന്നിരിക്കുന്നത്? പ്ലീസ് ഗൈഡ് മീ. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. ഓക്കെ. താങ്ക് യു നോസ്. താങ്ക് യു, താങ്ക് യു, താങ്ക് യു, താങ്ക് യു. ചില കാര്യങ്ങൾ, താങ്ക് യു നോസ്, താങ്ക് യു, താങ്ക് യു. ഓക്കെ. നിങ്ങളുടെ ലൈഫിൽ ചില കാര്യങ്ങൾ മറഞ്ഞിരുന്നു എങ്കിൽ, ചില സത്യങ്ങൾ നിങ്ങൾ ചിലപ്പം ബേവ്കൂഫായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ നമ്മൾ വിഡ്ഢികളായിട്ട് ചില വ്യക്തികൾ നമ്മളെ പാവ കളിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, അത് കുടുംബത്തിലായിരിക്കാം, അല്ലെങ്കിൽ ജോലി സ്ഥലത്ത് ഫ്രണ്ട്സുകളുടെ ഇടയിൽ, എവിടെ തന്നെ ആയിരുന്നാലും പാർട്ട്ണറിൻ്റെ ഇടയിലാണെങ്കിലും നമ്മളെ പാവ കളിപ്പിച്ചു. നിങ്ങളുടെ വിഡ്ഢിത്തരമാണ്, നിങ്ങളുടെ ചിന്ത ശരിയല്ലാത്തത് കൊണ്ടാണ്, നിങ്ങളുടെ ഭാഗത്താണ് തെറ്റ്, നിങ്ങൾ ചിന്തിച്ചു കൂട്ടുന്നത് നെഗറ്റീവാണ്, നിങ്ങൾക്ക് സംശയരോഗമാണ്, നീ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തെറ്റാണ് എന്ന് ചില വ്യക്തികൾ ധരിപ്പിച്ച് നിങ്ങളുടെ ആത്മാവിനെ തന്നെ സെൽഫ് റെസ്പെക്റ്റ് നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ചില വ്യക്തികൾ നിങ്ങളുടെ ഇടയിൽ ഇത്രയും നാൾ ഉണ്ടായിരുന്നുവെങ്കിൽ നിങ്ങളെ പറ്റിച്ചുകൊണ്ട് നിങ്ങളുടെ സെൽഫ് റെസ്പെക്റ്റ് നിങ്ങൾക്ക് ഇങ്ങനെ നിരന്തരമായിട്ട് നിങ്ങളുടെ അടുത്ത് പറയുകയാണ്, നിങ്ങൾക്ക് സംശയരോഗമുണ്ട്, നിങ്ങളുടെ ഉള്ളിൽ സംശയത്തിൻ്റെ വിത്താണ്, അതുകൊണ്ടാണ് നിനക്ക് ഇങ്ങനെയൊക്കെ തോന്നുന്നത്, അല്ലെങ്കിൽ നീ ചെയ്യുന്ന കാര്യങ്ങൾ ഒരിക്കലും ശരിയാകത്തില്ല, നീ മണ്ടത്തരമാണ് പലപ്പോഴും കാണിക്കുന്നത്, നിൻ്റെ ജീവിതത്തിൽ മണ്ടത്തരങ്ങൾ മാത്രമേ സംഭവിക്കൂ എന്നൊക്കെ മറ്റുള്ള ചില വ്യക്തികൾ വിധി എഴുതി നിങ്ങളെ സ്വന്തമായിട്ട് തന്നെ ഒരു വിഡ്ഢിയാക്കി നിങ്ങൾക്ക് തന്നെ തോന്നും, അയ്യോ ഞാൻ ചെയ്യുന്നത് തെറ്റാണോ, ഒരു സെൽഫ് റെസ്പെക്റ്റ് നിങ്ങളിൽ നിന്ന് നഷ്ടപ്പെടുത്തുന്ന രീതിയിൽ ചില വ്യക്തികൾ നിങ്ങളുടെ ലൈഫിലേക്ക് ഉണ്ടായിരുന്നു എങ്കിൽ അതെല്ലാം ഇപ്പം പുറത്തു വരാൻ പോവുകയാണ്. നിങ്ങളാണ് ശരി എന്നും നിങ്ങൾ ചിന്തിച്ചത് ഇൻഡ്യൂഷൻ പവറോടുകൂടി യൂണിവേഴ്സിൽ നിന്നും ഹോളി സ്പിരിറ്റിൻ്റെ ഹെൽപ്പോടുകൂടി നിങ്ങളുടെ ഉള്ളിലുള്ള ശുദ്ധാത്മാവ്, നിങ്ങളുടെ ഗുഡ് സ്പിരിറ്റ്, നിങ്ങളുടെ ഉള്ളിലുള്ള ആ പരിശുദ്ധമായ ആത്മാവിൻ്റെ ശക്തിയാലാണ് നിങ്ങൾക്ക് ഓരോ കാര്യങ്ങൾ ഗ്രഹിച്ചെടുക്കാൻ കഴിയുന്നതെന്നും എല്ലാവരും, നിങ്ങൾ മാത്രമല്ല നിങ്ങൾക്ക് ചുറ്റുമുള്ള വ്യക്തികളും മനസ്സിലാക്കാൻ പോകുന്നു. നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ അവർ നിങ്ങൾക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്ന ജോലി സ്ഥലത്തായിരിക്കാം, അല്ലെങ്കിൽ കുടുംബജീവിതത്തിലായിരിക്കാം, ഫ്രണ്ട്സിൻ്റെ ഇടയിലായിരിക്കാം, നിങ്ങളാണ് തെറ്റ് എന്ന് പറഞ്ഞ് മറ്റുള്ളവരുടെ മുമ്പിൽ നിങ്ങളെ ഒരു തെറ്റുകാരാക്കി നിർത്തിയിട്ടുണ്ടെങ്കിൽ അതെല്ലാം വെളിപ്പെടാൻ പോകുന്നു. അത് പെട്ടെന്ന് തന്നെയാണ്, ഉടൻ തന്നെ നിങ്ങളുടെ ലൈഫിൽ പ്രകടമാകുന്നു. മറഞ്ഞിരുന്ന പല കാര്യങ്ങളും പ്രത്യക്ഷമാകുന്നു. നിങ്ങൾ വേറെ ഒന്നും ചെയ്യേണ്ട, നിങ്ങൾ ക്ഷമയോടുകൂടി യൂണിവേഴ്സിലേക്ക് നിങ്ങളെ തന്നെ സമർപ്പിച്ചാൽ മാത്രം മതി. നിങ്ങൾ ഇപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് കൂടുതൽ മെഡിറ്റേഷൻ്റെ ആവശ്യമുണ്ട്. മെഡിറ്റേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ സമാധാനത്തിൽ മറ്റൊരു ചിന്തയിലും നെഗറ്റീവും പോസിറ്റീവുമായിട്ടുള്ള ഒരു ചിന്തയിലും പോകാതെ തലച്ചോറിനെ, മൈൻഡിനെ ഒരു ചെറിയ റിലാക്സിൽ, ഒരു കാറ്റിലിങ്ങനെ പറന്ന് ഇങ്ങനെ പതുക്കെ വരുന്ന അതേ ഫീലിങ്സിൽ നിങ്ങളുടെ മനസ്സിനെ കുറച്ച് നേരത്തേക്ക്
സമയത്തേക്ക് നിങ്ങളൊന്ന് റിലാക്സ് ആക്കി കൊണ്ടുവരണം. ഇത്രയും ചിന്തിച്ചാൽ മതി. നിങ്ങൾ സമാധാനമായിട്ട് ഒരു സ്ഥലത്തിരിക്കുക. മെഡിറ്റേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണെന്ന് സിമ്പിളായിട്ട് പറയണം. ഇതല്ല മെഡിറ്റേഷൻ എങ്കിലും മനസ്സിനെ ഒന്ന് ഹരിശ്രീ എഴുതിക്കൊണ്ട് വരുന്ന ആ മെഡിറ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഹരിശ്രീ എഴുതിക്കൊണ്ട് വരുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പപ്പും പൂടയും കൊണ്ടുവരുന്നത്. ഓക്കെ, നിങ്ങൾ ഒരു സ്ഥലത്ത് നല്ല ദീർഘശ്വാസം എടുത്ത് ഇടുന്നതിന് ശേഷം കണ്ണുകൾ അടച്ചിട്ട് മറ്റൊന്നിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കാതെ കുറേ നേരം ശ്വാസത്തിലേക്ക് ശ്രദ്ധിക്കുക, നിവർന്നിരിക്കുക. അതിനുശേഷം നല്ല ചെറിയ കാറ്റുകളൊക്കെ വീശുന്ന സ്ഥലത്ത് വേണം ഇരിക്കാൻ. അപ്പം അവിടെ നിന്ന് നിങ്ങൾ ചിന്തിക്കേണ്ടത് ആകാശത്ത് നിന്നും ഒരു വെള്ള കുഞ്ഞു തൂവൽ, ഒരു കുഞ്ഞ് ഏഞ്ചലിൻ്റെ കുഞ്ഞു തൂവലിങ്ങനെ പതുക്കെ അങ്ങനെ കാട്ടിലൂടെ ഇങ്ങനെ പതുക്കെ 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 അങ്ങനെ വരുന്നതായിട്ട് നിങ്ങൾ റിപ്പീറ്റായിട്ട് മനസ്സിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുക. അത് നിങ്ങളുടെ മടിയിലേക്ക് വന്ന് കിടക്കുന്നു. വീണ്ടും അടുത്തത് അതുപോലെ ഇങ്ങനെ ഒന്ന് റിപ്പീറ്റായിട്ട് കുറച്ച് നേരം നിങ്ങളുടെ മനസ്സിനെ എങ്ങോട്ടും വ്യതിചലിക്കാതെ നിങ്ങളുടെ കൺട്രോളിങ്ങിൽ ആ ഒരു ഏഞ്ചലിൻ്റെ തൂവലിലോട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു മെഡിറ്റേഷൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് നിങ്ങൾക്ക് കിട്ടിക്കഴിയും. നിങ്ങളുടെ മനസ്സിനെ കൺട്രോളിങ്ങിൽ എങ്ങനെ നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്യാൻ കഴിയും. ഓക്കെ, അതിൻ്റെ ഒരു ആവശ്യം നിങ്ങൾക്കുണ്ട്. ആ ഒരു ആവശ്യം കൂടി നിങ്ങളുടെ ലൈഫിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ മറ്റുള്ളവരെ മറച്ചു പിടിച്ചിരുന്നതായിട്ടുള്ള പല കാര്യങ്ങളും പ്രസൻ്റ് ആവാൻ പോകുന്നു. യൂണിവേഴ്സിൻ്റെ അതിശക്തമേറിയ എനർജി നിങ്ങൾക്ക് വരികയാണ്. സ്വർഗത്തിൽ നിന്നും യൂണിവേഴ്സിൽ നിന്നും വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു അനുഗ്രഹം നിങ്ങളിലേക്ക് വന്നു ചേർന്നുകൊണ്ടിരിക്കുന്നു. അത് നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്യും. ചിലപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ഒരു ഫീല് നിങ്ങളുടെ ഉള്ളിലേക്ക് വരുന്നതായിരിക്കും. താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു. പെട്ടെന്ന് തന്നെ വരും കേട്ടോ. എല്ലാ കാര്യങ്ങളും നിങ്ങൾ അതിജീവിക്കാൻ പോവുകയാണ്, വിജയം നേടുവാൻ പോവുകയാണ് നിങ്ങളുടെ ലൈഫിൽ. ഈ ഒരു വ്യക്തിയാണെങ്കിൽ വിജയം, ഈ ഒരു തൂവലെന്ന് പറയുന്നത് വിജയത്തിൻ്റെ തൂവലാണ്, ഗ്രോത്താണ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്നത്. സ്ട്രഗിളുകൾ, ഇവിടെ ഒരുപാട് സ്ട്രഗിൾസ് ഉണ്ട്. ആ സ്ട്രഗിളുകളെല്ലാം നിങ്ങൾ ചാടിക്കടക്കുകയാണ്. ആ കുതിര ചാടി അതിവേഗം എല്ലാത്തിൽ നിന്നും ജമ്പ് ചെയ്യുകയാണ്. ഇനി പതുക്കെ പതുക്കെ അത് പതുക്കെ നീങ്ങി പോവുകയല്ല. ജീവിതത്തിൽ എല്ലാ പ്രശ്നങ്ങളും, സാമ്പത്തിക പ്രശ്നങ്ങളാണെങ്കിലും കുടുംബപരമായിട്ടുള്ള പ്രശ്നങ്ങളാണെങ്കിലും എല്ലാം, രോഗത്തിൻ്റെ ആണെങ്കിലും എല്ലാം ചാടി അപ്പുറത്ത് കടക്കാൻ പോവുകയാണ്. പെട്ടെന്ന് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കും. നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യണം. യൂണിവേഴ്സുമായിട്ട് നിങ്ങൾ ഒരുപാട് അടുത്ത് ചെല്ലണം. ഹോളി സ്പിരിറ്റ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു, താങ്ക് യു, താങ്ക് യു. ഓക്കെ, ഓവറോൾ എനർജി എന്ന് പറയുന്നത് മൂണാണ്. മൂണെന്ന് പറയുമ്പോഴത്തേക്ക് കുറച്ച് വിഷമങ്ങൾ, പഴയ കാര്യങ്ങളെ ചിന്തിച്ച് നിങ്ങൾ വിഷമിക്കുന്നതായിട്ടുള്ളൊരവസ്ഥ, ഒരു ബാലൻസ് ഇല്ലാത്ത പോകുന്നു. അത് സാമ്പത്തികമാകാം, ഇമോഷണൽ പരമായിട്ടാകാം. നിങ്ങൾക്ക് ഒരു വിഷമം, ഞാൻ എങ്ങനെ അത് ബാലൻസിങ്ങിൽ കൊണ്ടുവരും. പോസിറ്റീവും നെഗറ്റീവുമായിട്ടുള്ള ആൾക്കാരുടെ ഉപദേശങ്ങൾ നിങ്ങളെ കൺഫ്യൂഷനാക്കി നിർത്തുന്നതായി കാണുന്നു. എല്ലാം നിങ്ങൾക്ക് നേരെയാകും. യൂണിവേഴ്സ് എല്ലാ പ്രതിസന്ധിയുടെയും മുന്നിൽ കൂടി നിങ്ങൾക്ക് ഒരു വഴി ഒരുക്കുന്നതാണ്. ഓക്കെ, ഇതാണ്ട് വഴി ഒരുക്കുന്നുണ്ട്. ചാരിയറ്റാണ് വന്നിരിക്കുന്നത്. 10 ഓഫ് കപ്പ് തന്നെയാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ പ്രതിസന്ധിയുടെ മുന്നിൽ കൂടി നിങ്ങൾക്ക് വളരെ സ്പീഡിന് തന്നെ മുന്നോട്ട് കടന്നു പോകാൻ കഴിയും. ഓക്കെ, താങ്ക് യു, താങ്ക് യു യൂണിവേഴ്സ്. ഓക്കെ, ഇതാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഉടൻ തന്നെ സംഭവിക്കാൻ പോകുന്ന കാര്യം. സാമ്പത്തികമായിട്ടും റിലേഷൻ സംബന്ധമായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുന്നത്. നമുക്ക് നോക്കാം നിങ്ങളുടെ പേഴ്സണ് ഇപ്പോൾ നിങ്ങളോട് എന്ത് ഫീലിങ്സ് ആണുള്ളത്, നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ടോ, ഓർത്താൽ എന്ത് ഫീലിങ്സ് ആണുള്ളത്. സെലക്റ്റീവാണ്, സെലക്ട് ചെയ്യുക. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ഹോളി സ്പിരിറ്റ് പ്ലീസ് ഗൈഡ് മീ, പ്ലീസ് ഗൈഡ് മീ ഹോളി സ്പിരിറ്റ്. ഗുഡ് സ്പിരിറ്റ് കം ഹിയർ. എൻ്റെ കാർഡിലേക്ക് ഞാൻ അട്രാക്റ്റ് ചെയ്യുന്നു. ഹോളി സ്പിരിറ്റിനെ എൻ്റെ കാർഡിലേക്ക് ഞാൻ അട്രാക്റ്റ് ചെയ്യുന്നു. യൂണിവേഴ്സിൻ്റെ അതിശക്തമേറിയ എനർജിയിലേക്ക് സമർപ്പിക്കുന്നു. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ്, എൻ്റെ വ്യൂസിനോടുള്ള കറണ്ട് ഫീലിങ്സ് എന്താണ്? 1 2 3. ഓക്കെ, നിങ്ങൾക്ക് ഇതിലൊരു കാർഡ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു. നിങ്ങൾ സെലക്ട് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. ഫസ്റ്റ് കാർഡ് ജഡ്ജിമെൻ്റ് ആണ് വന്നിരിക്കുന്നത്. ഡെത്ത് ആൻഡ് റീബർത്ത് ആണ്. നിങ്ങൾ കഴിഞ്ഞ ജന്മത്തിലെ വ്യക്തികളാണ്. കഴിഞ്ഞ ജന്മത്തിലെ കടം തീർക്കുവാനാണ് ഈ ജന്മത്തിലും നിങ്ങൾ കണ്ടുമുട്ടിയിരിക്കുന്നതെന്ന് പറയുന്നു. ഓക്കെ,
അത് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഫീൽ ചെയ്ത് തുടങ്ങുന്നു. നിങ്ങൾ ഒരുപക്ഷെ കണ്ടുമുട്ടിയ സമയത്ത് നിങ്ങൾക്കൊരു പുതുമയൊന്നും നേരിട്ട് കാണത്തില്ല. നിങ്ങൾക്ക് പുതുമ നേരിടാത്തതിൻ്റെ കാരണം നിങ്ങൾ ആത്മാവുപരമായിട്ട് നിങ്ങൾ മുന്നേ കണ്ട വ്യക്തികളാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ജന്മമായിരുന്നു ഈ ഒരു ജന്മത്തിൽ നിങ്ങൾക്ക് ലഭിച്ചത്. ഓക്കെ, അതിൻ്റെ കർമ്മ ബാലൻസിങ്ങിന് വരുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ചിലപ്പോൾ ടിൻ ഫ്ലെയിം സോൾമേറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഈ ജന്മത്തിലോ കഴിഞ്ഞ ജന്മത്തിലോ സോളുകൾ തങ്ങളെ കൂട്ടാവും. നമ്മൾ മനുഷ്യർ കൂട്ടാവുന്നത് പോലെ നമ്മൾ ഉറങ്ങിക്കിടക്കുമ്പോഴും ഒക്കെ ഈ സോളുകൾ നമ്മുടെ ആത്മാവ് ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെ സഞ്ചരിക്കുമ്പോൾ എല്ലാവരുടെയും ആത്മാവ് സഞ്ചരിക്കുമ്പോൾ ഈ സോളുകളെല്ലാം കൂട്ടാവും. അങ്ങനെ കൂട്ടാവുന്നവർ എന്തെങ്കിലും ഒരിക്കൽ ഒരുമിച്ച് കാണുമ്പോൾ എവിടെയോ വെച്ച് കണ്ട നല്ല മുഖപരിചയം, നമ്മളുടെ മുഖപരിചയമല്ല, അത് സോളിൻ്റെ മുഖപരിചയമാണ്. അതുപോലെ തന്നെ ഈ ജന്മത്തിലാകാം, അല്ലെങ്കിൽ കഴിഞ്ഞു പോയ ജന്മത്തിലും ആകാം. ഓക്കെ, എന്തെങ്കിലും കർമ്മകളുണ്ട്. നമ്മളുടെ ഈ ജീവിതം പോലെ തന്നെ സോളുകൾക്കും ഒരു ജീവിതമുണ്ട്. അവർക്കും അറിയാവുന്ന ഫ്രണ്ട്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോളുകൾ തങ്ങളിലുള്ള ചില അടിയും വഴക്കും ശ്രദ്ധിച്ചാൽ നമുക്ക് കാണാം. നമുക്ക് ആദ്യമായിട്ട് കാണുന്ന ഒരു വ്യക്തിയായിരിക്കും. ആ വ്യക്തി നമ്മളോട് യാതൊന്നും ഒരു തെറ്റും ചെയ്തിട്ടില്ല, പക്ഷേ അവരെ കാണുമ്പോഴത്തേക്ക് എന്തുകൊണ്ടോ അവർ നമ്മളെ ശത്രുവായിട്ട്, ഒരു ശത്രുവിനെ കാണുന്ന ഒരു ഫീലിങ്സ് നമുക്ക് ചില വ്യക്തികളെ, ആദ്യമായിട്ട് കാണുന്ന വ്യക്തികളെ കാണുമ്പോഴത്തേക്ക് തോന്നും. അവളുടെ നോട്ടം കണ്ടില്ലേ, അവൻ്റെ നോട്ടം കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചുമ്മാ അങ്ങ് കയറി അങ്ങ് ഉടക്കും. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ സോളുകൾ തങ്ങളിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായ വ്യക്തികളുടെ ഇടയിലാണ് അങ്ങനെ സംഭവിക്കുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം എന്തുകൊണ്ടാണ് ഇവിടെ ജഡ്ജ്മെൻറ്റ് വന്നതെന്ന്. എൻ്റെ വ്യൂസിൻ്റെ പേഴ്സൺ ഈ ഒരു സമയത്ത് കറണ്ട് ഫീലിങ്സ് എന്താണ്, എൻ്റെ വ്യൂസിനെ കുറിച്ചുള്ള ഫീലിങ്സ് എന്താണ്? നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ വിട്ടു പോയത് അവർ ചിന്തിക്കുകയാണ്. നിങ്ങളിൽ നിന്നും വിട്ടു പോകേണ്ടി വന്നത്, നിങ്ങളുടെ ഇടയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് സമയം അനുകൂലമല്ലാത്തത് കൊണ്ടാണ്. നമ്മൾ ചെയ്തു പോയ, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണോ നിങ്ങളോ ചെയ്തു പോയ എന്തെങ്കിലും തെറ്റിൻ്റെ ഫലമാണ് നമ്മൾ അനുഭവിക്കുന്നതെന്ന് അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങളെ വിട്ടുപോയി, നിങ്ങളെക്കഴി സമാധാനം മറ്റെവിടെയോ ഉണ്ട് എന്ന് വിചാരിച്ച് നിങ്ങളുടെ പേഴ്സൺ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തിരിച്ചു വരണം, നിങ്ങളാണ് അവരുടെ ജീവിതത്തിൻ്റെ എല്ലാം എന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് നിങ്ങളെ വിട്ട് മറ്റെന്തൊക്കെയോ സെലക്ട് ചെയ്തത് അത് ശരിയായ രീതിയിലുള്ളതല്ല ജീവിതത്തിൽ സെലക്ട് ചെയ്തത് എന്ന് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, ചില തേർഡ് പാർട്ടികളുടെ ഉപദേശപ്രകാരം, ചില വ്യക്തികളുടെ ഉപദേശപ്രകാരം നിങ്ങളെയും മറ്റ് ചില വ്യക്തികളെയും തങ്ങളിൽ കമ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം തെറ്റായി പോയിരുന്നു എന്ന് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് ചിന്തിക്കുന്നുണ്ട്. ജീവിതത്തിൽ ഇത് വന്നതെല്ലാം നമുക്ക് സമയം നേരെ അല്ലാത്തത് കൊണ്ടാണ് ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ തോന്നിയത് എന്ന് നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. നിങ്ങളിലേക്ക് തിരിച്ചു വരണമെന്ന് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, നോക്കാം രണ്ടാമത്തെ കാർഡ്. എന്തുകൊണ്ടാണ് ഇവിടെ 9 ഓഫ് പെൻറ്റിക്കിൾ വന്നിരിക്കുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. നിങ്ങളെന്ന് പറയുന്നത് ഒരുപാട് കെയറിങ് നേച്ചർ ഉള്ളതും സാമ്പത്തികമായിട്ടും, സാമ്പത്തികം എന്ന് പറയുമ്പം സമ്പത്ത് എന്ന് പറയുമ്പോൾ സ്നേഹം, കരുണ, കെയറിങ്, അങ്ങനെയുള്ള മറ്റുള്ളവരോടുള്ള ദയ, അങ്ങനെയുള്ള പല കാര്യങ്ങളിലും സാമ്പത്തികപരമായിട്ടും അല്ലെങ്കിൽ ഒരു മനുഷ്യത്വപരമായിട്ടും ഏറ്റവും ഗ്രോയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്, ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെന്ന് നിങ്ങളുടെ പേഴ്സൺ മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ പണം ഉണ്ടെങ്കിലും, നിങ്ങൾക്ക് സാലറി ഉണ്ട്, സാമ്പത്തികമുണ്ടെങ്കിലും എല്ലാവർക്കും റെസനേറ്റ് ആകത്തില്ല. റെസനേറ്റ് ആകുന്നവർ മാത്രം എടുക്കുക. എങ്കിലും നിങ്ങളുടെ പേഴ്സണ് വേണ്ടിയിട്ട് അതിൻ്റെ ഒരു അഹങ്കാരമോ, നിങ്ങൾക്ക് ചിലപ്പോൾ നല്ല രീതിയിൽ സാലറി ഉള്ള ഒരു വ്യക്തിയായിരിക്കും, ആ അഹങ്കാരമൊന്നും നിങ്ങൾ കാണിക്കത്തില്ല. നിങ്ങൾ സാമ്പത്തികം മറ്റുള്ളവരെ സഹായിക്കുന്നതിനും എല്ലാം, നിങ്ങളുടെ പേഴ്സണെ സഹായിക്കുന്നതിനും ഒക്കെ നിങ്ങൾ ഉപയോഗിച്ചിരുന്നു. മറ്റുള്ളവരുടെ നന്മ കാണുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെന്ന് നിങ്ങളുടെ പേഴ്സൺ, അതിനെക്കുറിച്ച് നിങ്ങളുടെ പേഴ്സൺ ഓർക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങളെക്കുറിച്ചുള്ള ഈ ചിന്തകളാണ് എപ്പോഴും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. നിങ്ങളുടെ ചിന്തയിൽ നിന്ന് നിങ്ങളുടെ പേഴ്സണ് രക്ഷപ്പെടാൻ പറ്റുന്നില്ല. ഒരു പക്ഷേ നിങ്ങളെ വിട്ട് പോയിട്ടുള്ള ഒരു വ്യക്തി ആയിരിക്കാം, എങ്കിലും നിങ്ങളെക്കുറിച്ചുള്ള ഈ ചിന്ത അവരെ ഒരുപാട് ഉള്ളിലേക്ക് വലിച്ചുകൊണ്ട് പോകുന്നു. അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുന്നില്ല. തിരിഞ്ഞു കിടന്നാലും മറിഞ്ഞു കിടന്നാലും എങ്ങോട്ട് നോക്കിയാലും നിങ്ങളുടെ രൂപമായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ കൊടുത്ത ഗിഫ്റ്റ് ആയിരിക്കാം, നിങ്ങൾ നിന്നിരുന്ന സ്ഥലങ്ങളായിരിക്കാം. അപ്പോൾ ഇത് കാരണം അവർക്ക് നിങ്ങളുടെ ഓർമ്മയിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുന്നില്ല എന്ന് നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നു. ചെന്ന് പെട്ടത്
ഒരു തെറ്റായ രീതിയിലായിപ്പോയി, മറ്റൊരു വഴിയിലേക്ക് ചെന്ന് ഒരു കുഴിയിലേക്ക് അകപ്പെട്ടു പോയി എന്ന് നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. തേർഡ് പാർട്ടി മനഃപൂർവ്വമായിട്ട് ചില കാര്യങ്ങൾ നിങ്ങളുടെ പേഴ്സണിൽ നിന്ന് മറച്ച് പിടിച്ചുകൊണ്ട് നിങ്ങളിലേക്ക് വന്ന് ചതിച്ചതാണ്, അല്ലെങ്കിൽ ചില മോശമായ കാര്യങ്ങൾ നിങ്ങളെക്കുറിച്ച് കള്ളത്തരങ്ങൾ പറഞ്ഞുകൊണ്ട് നിങ്ങളെ ചതിച്ചതാണെന്ന് മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങൾ ഈ ഒരു റിലേഷന് വേണ്ടി ഒരുപാട് എഫേർട്ട് ഇട്ടിട്ടുണ്ടെന്ന് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് ചിന്തിക്കുന്നുണ്ട്. ജീവിതത്തിൽ ഈ ഒരു സമയമൊക്കെ കടന്നുപോയി ഒരു സണ്ണ് നിങ്ങളുടെ ലൈഫിലേക്ക് ഉദിക്കും, ആ ഒരു സമയത്ത് നിങ്ങളുമായിട്ട് കോണ്ടാക്റ്റിൽ വരും എന്ന് നിങ്ങളുടെ പേഴ്സൺ പ്രതീക്ഷിക്കുന്നുണ്ട്. ഒരു 9 ഓഫ് കപ്പിൻ്റെ എനർജി നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ ഓവർ തിങ്കിങ്, നിങ്ങളുടെ ചിന്തയുടെ ഓവർ തിങ്കിങ്ങിലാണ് എന്ന് വെച്ചാൽ, ഓവർ തിങ്കിങ് എന്ന് വെച്ചാൽ ചെറുതായിട്ടുള്ള തിങ്കിങ് അല്ലല്ലോ, വീണ്ടും വീണ്ടും നിങ്ങളെക്കുറിച്ചുള്ള ആ ഒരു ചിന്തകൾ അവരെ വല്ലാണ്ട് ഡിസ്റ്റർബ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, എല്ലാ രീതിയിലുള്ള ചിന്തകൾ നിങ്ങളുടെ പേഴ്സണ് ഇപ്പോൾ നിങ്ങളെക്കുറിച്ചുണ്ട്. ഓക്കെ, മൂന്നാമത്തെ കാർഡ് സെലക്ട് ചെയ്തത് ദ സ്റ്റാർ ആണ് വന്നിരിക്കുന്നത്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. മൂന്നാമത്തെ കാർഡ് സെലക്ട് ചെയ്ത വ്യക്തികളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ് എന്താണ്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ഈ കാർഡ് സെലക്ട് ചെയ്ത വ്യക്തിയോടുള്ള ഓക്കെ, എന്തുകൊണ്ടാണ് ഇവിടെ സ്റ്റാർ വന്നിരിക്കുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. താങ്ക് യു. അൺകണ്ടീഷണൽ ആയിട്ടുള്ള സ്നേഹമാണ് ഇപ്പോൾ നിങ്ങളോട് വരുന്നത്. കവിഞ്ഞൊഴുകുന്ന സ്നേഹം, പക്ഷെ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. നിങ്ങളെന്ന് പറയുന്നത് ഇപ്പം എല്ലാവരും അറിയപ്പെടുന്ന ഒരു വ്യക്തിയായിട്ട് മാറിയിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഒരുപാട് നിങ്ങളെ ഇപ്പം മറ്റുള്ളവരൊരു സ്റ്റാറിനെ പോലെ നിങ്ങളെ കണ്ടു പഠിക്കുക, നിങ്ങൾ മറ്റുള്ളവർക്ക് വഴികാട്ടിയാകുന്നത് പോലെയാണ് ഇപ്പോൾ തോന്നുന്നത് നിങ്ങളുടെ പേഴ്സണ്. ഈ ഒരു സമയം നിങ്ങളോട് ഒരുപാട് സ്നേഹം, ഇത്രയും സ്നേഹം നിങ്ങളുടെ ഉള്ളിലുണ്ടായിരുന്നോ? മറ്റുള്ളവർക്ക് വഴികാട്ടിയാകാൻ തക്കവണ്ണം നോളജ് നിങ്ങൾക്കുണ്ടായിരുന്നോ? ഇപ്പം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഒരു സ്റ്റാറായിട്ടാണ് കാണുന്നത്. ഓക്കെ, ഒരുപാട് സ്നേഹവും തോന്നുന്നുണ്ട്, പക്ഷേ സ്റ്റക്കാണ്. നിങ്ങളിലേക്ക് കടന്നു വരാൻ കഴിയാത്ത വണ്ണം നിങ്ങളുടെ പേഴ്സൺ എവിടെയോ തൂങ്ങി കിടക്കുകയാണ്. ഓക്കെ, വരാൻ പറ്റുന്നില്ല, തലകീഴായി കിടക്കുകയാണ്, നേരെ ചൊവ്വേ ചിന്തിക്കാനും പറ്റുന്നില്ല, എന്നാൽ നിങ്ങളിലേക്ക് ഓടി വരാനും പറ്റുന്നില്ല. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾ ഇപ്പോൾ ബെറ്റർ ആയിരിക്കുന്നു, നിങ്ങളൊരുപാട് സ്റ്റാറായി കഴിഞ്ഞിരിക്കുന്നു, മറ്റുള്ളവർക്ക് വഴികാട്ടിയായി മാറിയിരിക്കുന്നു, നിങ്ങൾ എന്തൊക്കെയോ മനസ്സിൽ ചിന്തിക്കുന്നു, ആ ലക്ഷ്യങ്ങളിലേക്കൊക്കെ നിങ്ങൾ പെട്ടെന്ന് ചെന്ന് കയറുന്നു. നിങ്ങളെ കൊണ്ട് എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ പേഴ്സൺ വിചാരിച്ചു എല്ലാം, ആ പേഴ്സൺ നിങ്ങളിൽ നിന്ന് വിട്ടു പോകുമ്പോഴത്തേക്ക് എല്ലാം നശിച്ച് നിങ്ങൾ കരഞ്ഞു പിടിച്ച് അവരുടെ കാല് പിടിച്ച് വീണ്ടും ചെല്ലുമെന്ന് വിചാരിച്ചു. പക്ഷേ നിങ്ങളുടെ ആ ഒരു ഗ്രോത്ത് കണ്ട് നിങ്ങളുടെ പേഴ്സണ് അതിശയമാണ് ഉള്ളത്. പക്ഷേ നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരാനോ ഒന്നും കഴിയാത്ത വണ്ണം അവിടെ തൂങ്ങി പിടിച്ച് കാലും പിടിച്ചുകൊണ്ട് കിടക്കുകയാണ്. ഓക്കെ, ഇവിടെ കിടക്കട്ടെ. 7 ഓഫ് പെൻറ്റിക്കിളാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് വെയിറ്റിങ്ങിലാണ്. ഒരു സമയത്ത് നിങ്ങൾ തിരിച്ച് വരുമായിരിക്കും. സമയം അനുകൂലമാകുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ പേഴ്സൺ വെയിറ്റിങ്ങിലാണ്. ഇവിടെയും വെയിറ്റിംഗ് ആണ്. ക്യൂൻ ഓഫ് പെൻറ്റിക്കിൾ വെയിറ്റിംഗ് ആണ്. സ്ലോ ആക്ഷൻ നടക്കുന്നുണ്ട്. ഓക്കെ, നടക്കുമോ എന്നുള്ള കാര്യങ്ങളൊന്നും അറിയത്തില്ല. 2 ചിന്തകളാണ്. നിങ്ങളുടെ പേഴ്സൺ വെയിറ്റിങ്ങിലാണ്. ഓക്കെ, നിങ്ങൾ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. ഇപ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങളെന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് ഒരു ഫീലിങ്സ് ആണ്. ഇത്രയും നാൾ കണ്ടപ്പോഴത്തേക്ക് നല്ല രീതിയിൽ ചീത്ത വിളിച്ചുകൊണ്ടിരുന്ന വ്യക്തിയാണെങ്കിൽ ഉള്ളിൽ നിങ്ങളിപ്പോൾ ബെറ്റർ ആണ് എന്നവർക്ക് മനസ്സിലായി കഴിഞ്ഞു. അവരുടെ ചിന്തയായിരുന്നു, അവരുടെ തെറ്റായിരുന്നു. അവരുടെ തെറ്റ് മറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളെ കുറ്റക്കാരാക്കിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ പേഴ്സണ് നിങ്ങളായിരുന്നു ബെറ്റർ എന്ന് മനസ്സിലാവുന്നുണ്ട്. ഓക്കെ, കണ്ണിരിക്കുമ്പോൾ കണ്ണിൻ്റെ വെട്ടം അറിയാത്തതുപോലെ. അപ്പം ഇതാണ് നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോടുള്ള ഫീലിങ്സ്. നിങ്ങളുടെ ഇന്നത്തെ എനർജി നോക്കാം. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂസ്, എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂസിൻ്റെ എനർജി എന്താണ്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂസിൻ്റെ എനർജി എന്താണ്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ഹോളി സ്പിരിറ്റ്, ഗുഡ് സ്പിരിറ്റ്, കം ഹിയർ. ഞാൻ കാർഡിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്നു. എൻ്റെ വ്യൂസിൻ്റെ എടുക്കാം. ഓക്കെ, നിങ്ങൾ സെലക്ട് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. 2 ഓഫ് സോഡ്. തീരുമാനമെടുക്കാൻ കഴിയുന്നില്ല. ഒന്നിനെക്കുറിച്ചും തീരുമാനമെടുക്കാൻ കഴിയുന്നില്ല. ഒരു വട്ടം എടുക്കുന്ന തീരുമാനം വീണ്ടും മാറ്റപ്പെടുന്നു. ഓക്കെ, ഉറച്ച് തീരുമാനമെടുക്കാൻ കഴിയുന്നില്ല. ഒന്നിനു വേണ്ടിയിട്ടും ഇപ്പം മുന്നോട്ട് പോകാൻ വയ്യാത്ത ഒരു മാനസികാവസ്ഥയാണ്. ഒരുപാട് പെയിൻ സിറ്റുവേഷനാണ്. ആരെയൊക്കെയോ ഭയപ്പെടുന്നുണ്ട്. ഒരുപാട് സ്നേഹിച്ച വ്യക്തി നിങ്ങൾക്ക് ഹൃദയം നിറച്ച് നിങ്ങൾ സ്നേഹിക്കുകയും
വിശ്വസിക്കുകയും ചെയ്ത എന്തോ കാര്യത്തിൽ നിങ്ങൾക്ക് ഒരുപാട് പെയിൻ അനുഭവിച്ചിരിക്കുന്നു. ഓക്കെ, ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്ത വണ്ണം നിങ്ങൾ സ്റ്റക്കായിരിക്കുന്ന അവസ്ഥയാണ്. ഓക്കെ, വെയിറ്റിങ്ങിലാണ്, വീണ്ടും വെയിറ്റിംഗാണ് കാണിക്കുന്നത്. ചീറ്റ് ചെയ്ത ഒരു കാര്യത്തിന് വേണ്ടി നിങ്ങൾ വെയിറ്റിംഗാണ്. നിങ്ങളെ ജീവിതത്തിൽ നിങ്ങളെ ചതിച്ച, അല്ലെങ്കിൽ നിങ്ങളെ ചില കാര്യങ്ങൾ മറച്ചു പിടിച്ച, നിങ്ങൾ ആവശ്യമില്ലാതെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് രീതിയിൽ കൈകാര്യം ചെയ്യണമെന്നറിയാതെ നിങ്ങൾ ചെയ്തു പോയ ഏതോ കാര്യത്തിന് നിങ്ങൾ ചിലപ്പോൾ കൈകാര്യം ചെയ്തത് തെറ്റായ ദിശയിലായിരിക്കാം. അത് കാരണം നിങ്ങൾക്ക് ഒരുപാട് മുറിവുകളും അല്ലെങ്കിൽ ആ ഒരു റിലേഷൻ എന്തെങ്കിലും മുറിവുകളും വന്നിട്ടുണ്ടെങ്കിൽ, മറ്റു ചില വ്യക്തികൾക്ക് ഇടം കൊടുക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ, മറ്റു ചില വ്യക്തികളെ ഉള്ളിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ, അതൊക്കെ നിങ്ങളുടെ ഭാഗത്ത് തെറ്റാണെന്ന് ചിന്തിച്ചുകൊണ്ട് നിങ്ങളിപ്പോൾ ഒരുപാട് പെയിൻ അനുഭവിക്കുന്നതായിട്ടുള്ള സിറ്റുവേഷനാണ് കാണുന്നത്. തേർഡ് പാർട്ടിയെ ഓർത്തിട്ടായിരിക്കാം നിങ്ങൾക്കിപ്പോൾ മനസ്സിൻ്റെ ഉള്ളിൽ ഭയമുണ്ട്. ഒരു ആക്ഷൻ എടുക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല. ചിലപ്പോൾ വിട്ടു പോകണമെന്ന് തോന്നും, പിന്നെ വിചാരിക്കും വേണ്ട, ഡിസിഷൻ ഒന്നും എടുക്കാൻ പറ്റുന്നില്ല, ഒരു സ്റ്റക്കായിരിക്കുന്ന അവസ്ഥയാണ്. ഹാങ്ഡ് മാനും വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, 2, 3 വന്നിട്ടുണ്ട്. രണ്ടാമത്തെ കാർഡ് കവിഞ്ഞൊഴുകുന്ന സ്നേഹമാണ് നിങ്ങൾക്കിപ്പോൾ നിറവിൻ്റെ സമയമാണ്. നിങ്ങൾ സ്വയം സെൽഫ് ലവ് ചെയ്യുന്നതായി കാണുന്നു. യൂണിവേഴ്സിൻ്റെ സപ്പോർട്ട് നിങ്ങൾക്കുണ്ട്. യൂണിവേഴ്സിൻ്റെ അനുഗ്രഹം നിങ്ങളുടെ ലൈഫിൽ ഗ്രോത്ത് കൊണ്ടുവരാൻ പോകുന്നു. നിങ്ങൾക്ക് ഏഞ്ചൽ സപ്പോർട്ടുണ്ട്. ജോലി സംബന്ധമായിട്ട് നിങ്ങൾക്ക് സപ്പോർട്ടുണ്ട്. നിങ്ങളിലേക്ക് ഹോളി സ്പിരിറ്റ് ഇറങ്ങി വരികയാണ്. ഹോളി സ്പിരിറ്റ്, ഗുഡ് സ്പിരിറ്റ് നിങ്ങളുടെ ആത്മാവിലേക്ക് ചേരുകയാണ്. ഓക്കെ, അതുകൊണ്ട് നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ എല്ലാം പോസിറ്റീവായിട്ടാണ് നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നത്. കിങ് ഓഫ് കപ്പ് വന്നിട്ടുണ്ട്. നിങ്ങളുടെ നഷ്ടപ്പെട്ടു പോയി എന്ന് വിചാരിച്ചിരുന്ന പല സ്ഥാനങ്ങളും നിങ്ങളിലേക്ക് വന്നു ചേരുന്നു. നിങ്ങൾക്ക് മറ്റുള്ള ആൾക്കാരിൽ നിന്നുള്ള ഇമോഷണൽ സപ്പോർട്ട് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു. നിങ്ങളെ തള്ളിക്കളഞ്ഞ പല വ്യക്തികളും നിങ്ങളുടെ ലൈഫിലേക്ക് വന്നു ചേരാൻ പോകുന്നു. ജഡ്ജ്മെൻ്റാണ് വരുന്നത്. നിങ്ങൾക്ക് ന്യായം ലഭിക്കാൻ പോകുന്നു. ഓക്കെ, നിങ്ങൾ ഇതുവരെയും ഹെർമിറ്റ് ആയിരുന്നു എങ്കിൽ ചില കാര്യങ്ങളിൽ നിന്നെല്ലാം നിങ്ങൾ വിട്ടുപോകാൻ ശ്രമിക്കുന്നു. ഓക്കെ, നിങ്ങൾ വിട്ട് കളയുകയാണ്. ചില ബേർഡനുകൾ, ചില ഭാരങ്ങൾ, ചില ആവശ്യമില്ലാത്ത ചിന്തകളെ നിങ്ങൾ മാറ്റിവെക്കുകയാണ്. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ നല്ലൊരു ഹോളി സ്പിരിറ്റിൻ്റേതായിട്ടുള്ള സപ്പോർട്ടുണ്ട്. നിങ്ങളുടെ ഉള്ളിലേക്ക് ഗുഡ് സ്പിരിറ്റാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. താങ്ക് യു നോസ്, താങ്ക് യു. മൂന്നാമത്തത് ക്യൂൻ ഓഫ് കപ്പാണ് വന്നിരിക്കുന്നത്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ ക്യൂൻ ഓഫ് കപ്പ് വന്നിരിക്കുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂസിൻ്റെ ലൈഫിൽ ഇപ്പോഴുള്ള കറണ്ട് ഫീലിങ്സ് എന്താണ്? പ്ലാനിങ് നടക്കുകയാണ്. ഇവിടെ പ്ലാനിങ് ആണ് കേട്ടോ. 3 ഓഫ് വാൻഡ്സ് ഉണ്ട്. ചില വ്യക്തികളും ചേർന്ന്, ഒന്നിലധികം ആൾക്കാർ ചേർന്ന് നിങ്ങൾ എന്തൊക്കെയോ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നു. ഇതിൽ കുട്ടികളൊക്കെ ഇൻവോൾവ് ആകുന്നുണ്ട്. നിങ്ങളുടെ എന്തോ ലൈഫിലേക്ക് ഇമോഷണൽ പരമായിട്ടാണെങ്കിലും അല്ലെങ്കിൽ ജോലി സംബന്ധമായിട്ടാണെങ്കിലും നിങ്ങൾ ചില പ്ലാനുകൾ ചെയ്യുന്നു. ചില സ്പിരിച്വലായിട്ടുള്ള ചില പ്ലാനുകൾ നിങ്ങൾ തയ്യാറെടുത്ത് കഴിഞ്ഞിരിക്കുന്നു. ചിലപ്പോൾ നിങ്ങൾ സ്പിരിച്വലായിട്ട് ഏതെങ്കിലും വിശ്വാസത്തിൽ ഏതെങ്കിലും സ്ഥലങ്ങളിൽ ദർശനം നടത്തുന്നതിനോ ഏതെങ്കിലും പൂജ ചെയ്യുന്നതിനോ അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിന്ന് നഷ്ടമായതിനെ തിരിച്ചു കൊണ്ടുവരുന്നതിന് എന്തെങ്കിലും പ്ലാനുകൾ ചില വ്യക്തികളുമായിട്ട് ഒന്നിലധികം ആൾക്കാരുമായിട്ട് പ്രാർത്ഥിച്ചു, ഇങ്ങനെയൊക്കെ ചെയ്താൽ അങ്ങനെ സംഭവിക്കും എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിൽ സ്പിരിച്വലായി പ്രാർത്ഥന മൂലം അല്ലെങ്കിൽ മൂന്നാമത് ചില വ്യക്തികളുടെ ഉപദേശപ്രകാരം നിങ്ങൾ ചില കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നു അല്ലെങ്കിൽ ചെയ്തു കഴിഞ്ഞിരിക്കുന്നു എന്നതായി കാണുന്നു. ഓക്കെ, അപ്പം ഇത് നിങ്ങളുടെ എനർജി ആണോ എന്ന് നോക്കുക. ജനറൽ റീഡിംഗ് ആണ്, ഒന്നിലധികം ആൾക്കാരുള്ളത് കൊണ്ട് നിങ്ങളുടെ എനർജി വന്നിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു. തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിങ്ങൾ പേഴ്സൺ ആണെങ്കിൽ മാത്രം ഇത് കാണുക. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടി സിറ്റുവേഷനിലാണെങ്കിൽ, ലവ് തേർഡ് പാർട്ടി സിറ്റുവേഷനിലാണെങ്കിൽ നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ് എന്താണെന്ന് നോക്കുക. ഇത് ലവ് തേർഡ് പാർട്ടിക്കാണ് ഫസ്റ്റ് എടുക്കുന്നത്. ഓക്കെ, തേർഡ് പാർട്ടി എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങളുടെ റിലേഷനെ തകർക്കുന്നതിനും നിങ്ങൾക്ക് നെഗറ്റീവായിട്ട് പറയുന്നത് എന്തും നിങ്ങൾക്ക് തേർഡ് പാർട്ടിയാണ്. ഓക്കെ, ഇത് ലവ് തേർഡ് പാർട്ടി, ഇത് ഫാമിലി തേർഡ് പാർട്ടിയാണ്. ഓക്കെ, 2 തേർഡ് പാർട്ടിയാണ് എടുക്കുന്നത്. ഒന്ന് ഫാമിലി, ചില പേരൻസുകൾ
അല്ലെങ്കിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് നിങ്ങളുടെ ലൈഫിൽ തേർഡ് പാർട്ടി ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം എന്താണോ ആ ഇഷ്ടത്തിന് എതിരായി നിൽക്കുന്നത് എന്തും തേർഡ് പാർട്ടിയാണോ. ചില ലവ് തേർഡ് പാർട്ടി റിലേഷനൊന്നും ഇല്ലാതെ പുറത്തു നിന്നും ചില വ്യക്തികൾ നിങ്ങളുടെയും നിങ്ങളുടെ പേഴ്സൻ്റെയും ഇടയിലുണ്ടെങ്കിൽ ആ തേർഡ് പാർട്ടിയുടെയും നിങ്ങളുടെ പേഴ്സൻ്റെയും റിലേഷൻഷിപ്പിലെ ഇപ്പോഴുള്ള കറണ്ട് സിറ്റുവേഷൻ ആൻഡ് ഫീലിങ്സ് ആണ് എടുക്കുന്നത്. കറണ്ട് സിറ്റുവേഷൻ ആൻഡ് ഫീലിങ്സ്. ഓക്കെ, ലവ് തേർഡ് പാർട്ടി ഫ്രണ്ട്സ് ആകാനുള്ള സാധ്യതയുണ്ട്. അവരുടെ ജോലി സ്ഥലത്തോ ഫേസ്ബുക്ക് വഴിയോ ഏതെങ്കിലും ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക് അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ വഴി മെസ്സേജ്, കോള് വന്ന് ഇഷ്ടപ്പെട്ട വ്യക്തികളായിരിക്കാം. എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങുന്നതിൽ പരസ്പരം കണ്ട് മനസ്സിലാക്കി ഇഷ്ടപ്പെട്ട വ്യക്തികളായിരിക്കാം. ഒരു സ്ത്രീയുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ പേഴ്സൻ്റെയോ നിങ്ങളുടെയോ കൂട്ടുകാരിയോ കൂട്ടുകാരനോ ആകാനുള്ള സാധ്യതയുണ്ട്. ഒരു സ്ത്രീ വഴി ആണ് നിങ്ങളുടെ ഇടയിലേക്ക് ഈ ഒരു തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിലേക്ക് കടന്നു വന്നിരിക്കുന്നതായി കാണുന്നു. ഓക്കെ, ഒരു സ്ഥലത്ത് വർക്ക് ചെയ്യുന്ന വ്യക്തികളായിരിക്കാം, അല്ലെങ്കിൽ ഒരേ സ്ഥലത്ത് താമസിക്കുന്ന വ്യക്തികളായിരിക്കാം. ഇപ്പോഴുള്ള സിറ്റുവേഷൻ എന്ന് പറയുന്നത് ക്യൂൻ ഓഫ് സോഡിൻ്റെ എനർജിയാണ്. ഒരു അഫർമേഷൻ ചെയ്ത് അവരുടെ ചില മാജിക്ക്, ബ്ലാക്ക് മാജിക് ആകാം, അല്ലാത്ത മാജിക് ആകാം, എന്ത് മാജിക് ആണെങ്കിലും ചെയ്തിട്ട് നിങ്ങളുടെ പേഴ്സണെ കൺട്രോളിങ്ങിൽ നിർത്തിയിരിക്കുകയാണ് ക്യൂൻ ഓഫ് സോഡ്. നിങ്ങളുടെ പേഴ്സൺ പറയുകയാണ്, നിങ്ങളുടെ പേഴ്സൻ്റെ അടുത്ത് പറയുകയാണ് അങ്ങോട്ട് പോകരുത് എന്ന് പറഞ്ഞാൽ ഇല്ല ഞാൻ പോകില്ല, ആ കനലൊന്ന് വാരി എറിഞ്ഞാണെന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പം ചെയ്തേക്കാം എന്ന് പറഞ്ഞു വെച്ചാൽ നിങ്ങളുടെ പേഴ്സൺ അവരുടെ വാക്കിന് മറുവാക്കില്ലാത്ത വണ്ണം സ്വന്തം തലയിലൊന്നും അടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴേ അടിക്കും. ആ ഒരു രീതിയിൽ അവരാക്കി തീർത്തിരിക്കുന്നു. അത് അവരോടുള്ള റെസ്പെക്റ്റോ അവരോടുള്ള സ്നേഹമോ കൊണ്ടല്ല. മാജിക്കിൽ നമുക്ക് ഇപ്പം ഒരു ട്രെൻഡ് നടക്കുകയാണ്. നമ്മൾ ജീവിതത്തിൽ നമ്മുടെ പേരൻസിലെയും അല്ലെങ്കിൽ കഴിഞ്ഞ് മരിച്ചുപോയ വ്യക്തികളിൽ ആരെങ്കിലും നമുക്ക് വീണ്ടും അവരെ മറ്റൊരു ആളിൻ്റെ ഫേസിലൂടെ, ജീവിച്ചിരിക്കുന്ന ഒരാളിൻ്റെ ഫേസിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നതായിട്ടുള്ളൊരു മാജിക്ക്. അതുപോലെ ഒരു മാജിക്കാണ് നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിലേക്ക് തേർഡ് പാർട്ടി ചെയ്തിരിക്കുന്നത്. അത് ബ്ലാക്ക് ഉപയോഗിച്ച്, മറ്റേതെങ്കിലും ബ്ലാക്ക് ഉപയോഗിച്ച് ചെയ്തിരിക്കുന്നതായിട്ടുള്ള മാജിക്കാണ്. നിങ്ങളുടെ പേഴ്സൻ്റെ സ്വബോധത്തിലല്ല ഇതെല്ലാം ചെയ്യുന്നത്. ഓക്കെ, അപ്പം തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണെ കൺട്രോൾ ചെയ്ത് വെച്ചിരിക്കുന്നതായി കാണുന്നു. ഇവിടെ കിങ് ഓഫ് സോഡും വന്നിട്ടുണ്ട്, ക്യൂൻ ഓഫ് സോഡും വന്നിട്ടുണ്ട്. ഓക്കെ, നിങ്ങളുടെ പേഴ്സണ് അത് പെയിൻഫുൾ ആണെങ്കിലും അത് അനുസരിക്കേണ്ടതായി വരുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ പേഴ്സണെ സ്നേഹിക്കുന്നു, കെയർ കൊടുക്കുന്നു എന്ന് തേർഡ് പാർട്ടി തെറ്റിദ്ധരിപ്പിക്കുകയാണ്. മറ്റൊന്നിനുമല്ല, ചില കാര്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു കപ്പ് ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട്. സ്നേഹമായാലും സാമ്പത്തികമായാലും നിങ്ങളുടെ പേഴ്സണിൽ നിന്ന് ചില കാര്യങ്ങൾ, നേട്ടങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. എന്തു തന്നെ ആകാം, ഇപ്പം മെറ്റീരിയലിസ്റ്റിക് മാത്രമാകണമെന്നില്ല. ഓക്കെ, മറ്റ് ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണെ കൺട്രോൾ ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. അപ്പം രണ്ടാമത്തത് ഫാമിലി തേർഡ് പാർട്ടി ഉള്ള വ്യക്തികൾക്ക് ഇതിൽ കുട്ടികൾ ഇൻവോൾവ് ആയിട്ടുണ്ട്. ഈ തേർഡ് പാർട്ടിയിൽ ഫാമിലി തന്നെയാണ്. ഓക്കെ, അമ്മ എന്ന് പറയുന്ന ഇത് വന്നിട്ടുണ്ട്. ഒന്നുകിൽ വൈഫ് ആയിരിക്കാം, അതല്ലെന്നുണ്ടെങ്കിൽ അമ്മയുടെ സ്ഥാനത്തുള്ള വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ സ്ത്രീജനം പെങ്ങളായിരിക്കാം. ഇതുകൊണ്ടാണ് വന്നിരിക്കുന്നത്. എന്തായാലും ഇവിടെ ഒരു സ്ത്രീയെയാണ് കാണുന്നത്. ഫാമിലിയിൽ നിങ്ങളുടെ പേഴ്സണ് കൺട്രോൾ ചെയ്ത് നിർത്തിയിരിക്കുന്നത് ഒരു അമ്മയും കുഞ്ഞും അല്ലെങ്കിൽ അമ്മ എന്ന പേര് വരുന്ന, അല്ലെങ്കിൽ ആ ഒരു സ്ഥാനത്തിന് അർഹരായ ഒരു സ്ത്രീയാണ് ഇവിടെ തേർഡ് പാർട്ടി. ഇപ്പം തേർഡ് പാർട്ടിയുടെയും നിങ്ങളുടെ പേഴ്സൻ്റെയും ഇമോഷണൽ സിറ്റുവേഷൻ എന്ന് പറയുന്നത് വിട്ടുപോകണം എന്നുള്ള ഒരു സിറ്റുവേഷനിലാണ്. നിങ്ങളുടെ പേഴ്സന് കുറ്റബോധം തോന്നുന്നു ആ വ്യക്തിയുടെ വാക്കുകൾ വിശ്വസിച്ചതിൽ. ഇപ്പം ഈ ഒരു തേർഡ് പാർട്ടി, ഫാമിലി തേർഡ് പാർട്ടിയുടെ വാക്കുകൾ കേട്ടതിൽ, അല്ലെങ്കിൽ അവരുടെ ഉപദേശങ്ങൾ കേട്ട് ആ ഒരു റിലേഷനിൽ നിന്ന് തേർഡ് പാർട്ടിയും നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള റിലേഷനിൽ നിന്ന് വിട്ടുപോകണം. 8 ഓഫ് കപ്പിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. അവരിൽ നിന്നും വിട്ടുപോകണം എന്ന് വിചാരിച്ച് നിങ്ങളുടെ പേഴ്സണ് മനസ്സ് മരവിച്ചു. ഒരു 4 ചുവരിനകത്ത്, 4 ചുവരെന്ന് പറയുമ്പോഴത്തേക്ക് റൂം അടച്ചിരിക്കുന്നു എന്നുള്ളതല്ല, മാനസികമായിട്ടും ഒന്നിലേക്കും ശ്രദ്ധ കൊടുക്കാതെ ഒറ്റപ്പെട്ടു ഐസൊലേഷനായിട്ട് ഇരിക്കുന്നതായിട്ടുള്ളൊരവസ്ഥയാണ്. ഓക്കെ, ഒന്നിനോടും ഇൻട്രസ്റ്റ് ഇല്ലാത്ത ഒരവസ്ഥയാണ് ഇപ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിങ്ങളെ പേഴ്സൺ അനുഭവിക്കുന്നത്. ഓക്കെ,
നിങ്ങൾക്ക് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികൾക്ക് നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്തു നിന്നും കോള് മെസ്സേജ് ഉടൻ വരാനുള്ള സാധ്യതയുണ്ടോ? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികളുടെ പേഴ്സണിൽ നിന്നും കോള് മെസ്സേജ് വരാനുള്ള സാധ്യതയുണ്ടോ? പ്ലീസ് ഹോളി സ്പിരിറ്റ്, ഗുഡ് സ്പിരിറ്റ്, പ്ലീസ് ഗൈഡ് മീ. എൻ്റെ വ്യൂസിൻ്റെ പേഴ്സണിൽ നിന്നും കോള് മെസ്സേജ് വരാനുള്ള സാധ്യതയുണ്ടോ? 3 കാർഡ്സ് ഉണ്ട്. ഒരു കാർഡ്സ് നിങ്ങൾ സെലക്ട് ചെയ്യുക. തേർഡ് പാർട്ടി കൺട്രോളാണ് ഓവറോൾ എനർജി വന്നിരിക്കുന്നത്. ഓക്കെ, നിങ്ങൾ കാർഡ് സെലക്ട് ചെയ്തു എന്ന് വിചാരിക്കുന്നു. 1ാമത്തെ കാർഡ്, ഉടൻ തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് കോൾ മെസ്സേജ് വരുന്നതാണ്. പോസിറ്റീവ് കാർഡാണ്. വിജയം നിങ്ങൾക്ക് നിശ്ചയം. താങ്ക് യു നോസ്, താങ്ക് യു. നിങ്ങളുടെ ഓർമ്മയിൽ കൂടിയാണ് നിങ്ങളുടെ പേഴ്സൺ പോകുന്നത്. ആ ഓവർ തിങ്കിങ് കാരണമാണ് നിങ്ങൾക്ക് കോൾ മെസ്സേജ് വരുന്നത്. നല്ല രീതിയിലുള്ളൊരു മെസ്സേജ് തന്നെയാണ് നിങ്ങൾക്ക് വരുന്നത്. സന്തോഷത്തിൻ്റെ മെസ്സേജ് വരുന്നതായിരിക്കും. 2ാമത്തെ കാർഡ്, വാവ്, താങ്ക് യു. നിങ്ങളെയും കുട്ടികളെയൊക്കെ ഓർക്കുന്നുണ്ട്. കുട്ടികൾ ഇൻവോൾവ് ആയിട്ടുണ്ടെങ്കിൽ കോൾ മെസ്സേജിനുള്ള 100% ചാൻസുമുണ്ട്. മെസ്സേജും കോളും ഓഫർ തന്നെയാണ് വരുന്നത്. താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു. ഓക്കെ, എന്തായിരുന്നാലും കോൾ മെസ്സേജ് വരും. 3ാമത്തെ കാർഡ്, 9 ഓഫ് പെൻഡിക്കിളാണ് വന്നിരിക്കുന്നത്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. കോൾ മെസ്സേജ് വരാനുള്ള സാധ്യതയുണ്ടോ? ടവറാണ് വന്നിരിക്കുന്നത്. 3ാമത്തെ ആളിന് ഇപ്പോൾ കോൾ മെസ്സേജിനുള്ള സാധ്യത കുറവാണ്. കാരണം നിങ്ങളുടെ പേഴ്സൺ ഒരു പക്ഷേ ഫാമിലിയിലായിരിക്കാം. നിങ്ങളോട് ഒരുപാട് സ്നേഹമുണ്ട്. നിങ്ങളെന്ന് പറയുന്നത് അവർക്ക് അവരുടെ ജീവിതത്തിൻ്റെ എല്ലാമാണ്. പക്ഷേ അവരെ സാഹചര്യം, അവർ നിൽക്കുന്നതായിട്ടുള്ള ചില സാഹചര്യമുണ്ട്. ഒന്നുകിൽ തേർഡ് പാർട്ടി ആയിരിക്കാം. ആ തേർഡ് പാർട്ടി കാരണമായിരിക്കാം ഇപ്പോൾ ടവറാണ് കാണുന്നത്. ആ ഒരു റിലേഷനെ അവസാനിപ്പിച്ചതായി തോന്നുന്നു. ഇല്ലെന്നുണ്ടെങ്കിൽ പൂർണ്ണമായിട്ടും ബ്രേക്കപ്പിലേക്ക് കൊണ്ടുപോകാനുള്ള പ്ലാനിലാണ്. പൂർണ്ണമായിട്ടും ബ്രേക്കപ്പ് വരും. നിങ്ങളെന്ന് പറയുന്നത് നല്ലതാണ്, സ്നേഹമാണ്, കരുണയാണ് എന്നൊക്കെ അറിയാം. അവർക്ക് വേണ്ടി, നിങ്ങളുടെ പേഴ്സണിന് വേണ്ടി എല്ലാം ചെയ്തു എന്നറിയാം. എങ്കിലും അവിടെ ഒരു ടവറാണ് വന്നിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ടവർ വന്നിരിക്കുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്താണ് ടവർ വരാൻ കാരണം? ഏസ് ഓഫ് കപ്പ്, 9 ഓഫ് കപ്പ്. അവരുടെ ലൈഫിൽ പുതിയൊരു വ്യക്തി അല്ലെന്നുണ്ടെങ്കിൽ മറ്റൊരു സ്നേഹം അവരുടെ ലൈഫിലേക്ക് വന്നിരിക്കുന്നു. അവരുടെ ലൈഫിൽ പുതിയ വ്യക്തി, ഏസ് ഓഫ് പെൻഡിക്കിൾ വന്നിരിക്കുന്നുണ്ട്. അവരുടെ ലൈഫിൽ ഒരുപാട് സ്നേഹം കൊടുക്കുന്ന മറ്റൊരു വ്യക്തി അവരുടെ ലൈഫിലുണ്ട്. ഒന്നുകിൽ പേരൻസ് ആയിരിക്കാം, അതല്ലെന്നുണ്ടെങ്കിൽ മറ്റൊരു വ്യക്തിയായിരിക്കാം. അപ്പം അതുകൊണ്ട് ഇപ്പോൾ നിങ്ങളുടെ സ്നേഹത്തിന് ഒരു വാല്യൂ തരുന്നില്ല. ടവറാണ് കാണിക്കുന്നത്. എല്ലാവർക്കും റെസനേറ്റ് ആകത്തില്ല, നിങ്ങൾ വിഷമിക്കേണ്ട. ഫ്യൂച്ചറിൽ നടക്കുമെന്ന് നോക്കട്ടെ. 3ാമത് കാർഡ് സെലക്ട് ചെയ്ത വ്യക്തികൾക്ക് ഇപ്പോൾ നടന്നില്ലെങ്കിലും ഫ്യൂച്ചറിൽ എൻ്റെ വ്യൂസിനെ തേടി പേഴ്സൺ വരുമോ? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ഫ്യൂച്ചറിൽ വരുമോ? യെസ്, ഫ്യൂച്ചറിൽ നിങ്ങളെ തേടി വരുന്നതായിരിക്കും. 2 അടിയും കൂടെ കൊടുക്കണം. ഓക്കെ, ഫ്യൂച്ചറിൽ വരും. നിങ്ങളുമായിട്ടുള്ള സന്തോഷത്തെ അവർ വീണ്ടും ആഗ്രഹിക്കും. ഓക്കെ, എന്തുകൊണ്ടാണ് 3 ഓഫ് കപ്പ് വന്നിരിക്കുന്നത്? ഗ്രോത്ത്. 8 ഓഫ് വാൺസ് വരും. നിങ്ങൾക്ക് ജസ്റ്റിസ്, നിങ്ങളാണ് ശരിയെന്ന് അപ്പോഴും മനസ്സിലാക്കും. ഇപ്പം മനസ്സിലാക്കാൻ അവർ ശ്രമിക്കത്തില്ല. ഈ തേർഡ് പാർട്ടിയുടെ ഭാഗത്തു നിന്ന് കിട്ടുന്നുണ്ട്. ഇതൊക്കെ കിട്ടിക്കഴിയുമ്പോഴത്തേക്ക് പറയും അയ്യോ അതായിരുന്നു ശരിയെന്ന്. ഓക്കെ, അപ്പോൾ ഫ്യൂച്ചറിൽ ഗ്രോത്ത് കാണുന്നുണ്ട്. ഫ്യൂച്ചർ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇപ്പം നിങ്ങളുടെ സിറ്റുവേഷൻ എന്തെന്ന് നോക്കുക. ഇപ്പോഴേ തൊട്ടടുത്ത സമയങ്ങളിലാണ് തേർഡ് പാർട്ടി ലൈഫിലേക്ക് വന്നതെങ്കിൽ കുറച്ച് സമയം കാത്തിരിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. വർഷങ്ങളെന്നല്ല കുറേ നാളുകളായിട്ടാണ് നിങ്ങൾ ഈ ഒരു നോ കോണ്ടാക്റ്റ് സിറ്റുവേഷനിലെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ജസ്റ്റിസ് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്ക് റെസനേറ്റ് ആയി എന്ന് വിശ്വസിക്കുന്നുണ്ട്. നിങ്ങൾ ചാനൽ ഫോളോ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. എൻ്റെ ഇൻസ്റ്റഗ്രാം ചാനൽ യൂണിവേഴ്സ് 8100 ദയവായി ഫോളോ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് ക്ലോസ് കൂടി എടുക്കാം. ഓക്കെ, അബുദാബി വന്നിട്ടുണ്ട്. ഐ എന്ന് പറയുന്ന ലെറ്റർ, 11 നമ്പർ, ഉത്രം നക്ഷത്രം. അധ്യാപകൻ വന്നിട്ടുണ്ട്.
1999 2000 വന്നിട്ടുണ്ട്. ഫോൺ നമ്പറിൽ ലാസ്റ്റ് 9 6 എന്ന് പറയുന്ന ലെറ്റർ SL വന്നിട്ടുണ്ട്. ഇടവം രാശി. ട്വിൻ ഫ്ലെയിം വന്നിട്ടുണ്ട്. ട്വിൻ ഫ്ലെയിം വന്നായിരുന്നോ? ഓക്കെ, ആ നിറഞ്ഞൊഴുകുന്ന ഇതായിട്ടുള്ള സാരി ഗിഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടായിരിക്കാം. അൺകണ്ടീഷണൽ ലവ് അതും വന്നിട്ടുണ്ട്. 2 ഓഫ് കപ്പ്. ഓക്കെ, വാച്ച് ഗിഫ്റ്റായിട്ട് കൊടുത്തിട്ടുണ്ടായിരിക്കാം, വാങ്ങിയിട്ടുണ്ടായിരിക്കാം. RJP വന്നിട്ടുണ്ട്. A എന്ന് പറയുന്ന ലെറ്റർ MOJP വന്നിട്ടുണ്ട്. കർക്കിടകം രാശി. Q എന്ന് പറയുന്ന ലെറ്റർ വന്നിട്ടുണ്ട്. വൈഫ് ആൻഡ് ഹസ്ബൻഡ് കാണുന്നത് അതായിരിക്കാം. ഫോൺ നമ്പർ ലാസ്റ്റ് 8. കാർത്തിക നക്ഷത്രം. ഇലക്ട്രിക് സാധനങ്ങൾ വിൽക്കുകയോ അല്ലെങ്കിൽ അതിൻ്റെ ജോലിയോ ഉള്ള വ്യക്തിയായിരിക്കാം. ഓക്കെ, കന്നഡ, ഇപ്പോൾ കന്നഡ ഉപയോഗിക്കുന്ന വ്യക്തിയായിരിക്കാം. ഫോൺ നമ്പർ ലാസ്റ്റ് 0. ടെലിപ്പതി മെസ്സേജ് നിങ്ങൾക്ക് വരുന്നുണ്ടായിരിക്കാം. NS ലെറ്റർ നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്ന നോക്കുക. 4956 59 തേർഡ് പാർട്ടി ആയിരിക്കാം. നിങ്ങളുടെ വയസ്സായിരിക്കാം. ആൽത്തറ അവിടെ വെച്ച് നിങ്ങൾ കണ്ടിട്ടുണ്ട്. മാർക്കറ്റ് വന്നിട്ടുണ്ട്. മാർക്കറ്റിനടുത്ത് വീടോ അല്ലെങ്കിൽ മാർക്കറ്റിൽ ജോലിയോ ഉള്ള വ്യക്തിയായിരിക്കാം. ടീച്ചർ വീണ്ടും വന്നിട്ടുണ്ട്. തൃക്കേട്ട വന്നിട്ടുണ്ട്. 18 നമ്പർ. 1993 97 വന്നിട്ടുണ്ട്. 2 3 4 വന്നിട്ടുണ്ട്. P എന്ന് പറയുന്ന ലെറ്റർ വന്നിട്ടുണ്ട്. ആർമി വന്നിട്ടുണ്ട്. ഫോൺ നമ്പർ 6 വന്നിട്ടുണ്ട്. ലാസ്റ്റ് നമ്പർ. Q എന്ന് പറയുന്ന ലെറ്റർ വീണ്ടും 7 പുണർദം. വെജിറ്റബിൾ വീണ്ടും വന്നിട്ടുണ്ട്. വെജിറ്റബിൾ അല്ല, നേരത്തെ മാർക്കറ്റാണ് വന്നത്. മാർബിളുമായിട്ട് ബന്ധപ്പെട്ട ജോലിയുള്ള വ്യക്തിയായിരിക്കാം, വിൽപ്പനയുള്ള വ്യക്തിയായിരിക്കാം. ലവ് വന്നിട്ടുണ്ട്. പ്രണയം. DHM തയ്യൽ കടയോ അല്ലെങ്കിൽ തയ്യലുമായിട്ട് ബന്ധപ്പെട്ട ജോലിയോ ഉള്ള വ്യക്തിയായിരിക്കാം. ചതയം. 2130. ബുള്ളറ്റ്, നിങ്ങളുടെ പേഴ്സണോ നിങ്ങൾക്കോ ബുള്ളറ്റ് നിലവിലുണ്ടായിരിക്കാം, അല്ലെങ്കിൽ അവർക്ക് കൂടുതൽ ബുള്ളറ്റിൽ സഞ്ചരിക്കുന്നതായിരിക്കും കൂടുതൽ ഇഷ്ടം. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ടെങ്കിൽ ദയവായി എൻ്റെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഓക്കെ, താങ്ക് യു.